ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഈ കതവൊക്കെ പൂട്ടിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ നാട്ടിലേക്ക് പോവുക കേട്ടോ. നേരത്തെ എല്ലാമൊക്കെ പറക്കിക്കെട്ടി വെച്ചുകൊണ്ട് ഏട്ടന് ലീവ് കിട്ടിയപ്പോൾ തന്നെ പൂട്ടി ഇറങ്ങാൻ പറ്റി കേട്ടോ. ഞങ്ങൾ ബൈ റോഡാ പോന്നേ. രാവിലെ 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ. എല്ലാമൊക്കെ പറക്കി വെച്ചപ്പോൾ കുറച്ച് താമസിച്ചു പോയി കേട്ടോ. പിന്നെ കുറച്ചു നേരം കൂടെ ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ 5:45 ഇറങ്ങിയത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നാട്ടിൽ പോവുമല്ലേ, എവിടെ പോയാലും എൻ്റെ ഈ പിറകെ കാണുന്ന ചെടികൾ കാണും കേട്ടോ. ഇതെല്ലാം നാട്ടിൽ വെക്കാനാ. ഞാനിവിടെ വെച്ച് വേര് പിടിപ്പിച്ചതാണ് ഇതൊക്കെ. ആ നീളത്തിന് കമ്പോല കാണുന്നത് കസ്റ്റഡ് ആപ്പിളാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അത് നിറയെ കാ പിടിച്ചതാണ്. ഇനിയിപ്പോൾ അതിനെ നാട്ടിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ വലിയ മരവട്ടങ്ങ് വളർന്നോളുമല്ലോ. ഇവിടെ ഒരു ബക്കറ്റ് ഇരുന്നതാണ് അത്. എന്നിട്ട് നിറയെ കായകളുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസം മുന്നേ അത് പ്രൂൺ ചെയ്തായിരുന്നു. അതിന് ഈ വരാൻ നേരത്ത് വണ്ടി വെക്കാൻ വേണ്ടി അതിൻ്റെ പകുതി ഒടിച്ചു കളഞ്ഞു കേട്ടോ. വീണ്ടും നാട്ടിലത് കിളിച്ച് കിട്ടിയാൽ മതി. ഇതണക്കുള്ള വെയിലാണേ പെട്ടുപോവും. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. നല്ല രസമല്ലേ. നന്ദയ്ക്ക് ട്രെയിനിൽ പോണതാ ഇഷ്ടം. അതാകുമ്പോൾ അങ്ങ് എത്തുന്നതുവരെ കിടന്നുറങ്ങാമല്ലോ. നാട്ടിൽ പോണ കാര്യം പറയുമ്പോഴേ അവൾ പറയും നമുക്ക് ട്രെയിനിൽ പോയാൽ മതിയെന്ന്. അവൾ ഉറക്കത്തിൻ്റെ ആളാ. വണ്ടിയിൽ എപ്പോൾ കയറിയാലും ഇരുന്നുറങ്ങിക്കോളും. 2-3 കിലോമീറ്റർ ദൂരത്താണ് പോണേലും അവൾ ഉറങ്ങും കേട്ടോ. ലക്കി ആകെ ബഹളം തന്നെ കേട്ടോ വണ്ടി കയറി. ഇത് നാട്ടിൽ പോണേൻ്റെ സന്തോഷമായി കാണിക്കുന്നത്. നാട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോഴേ അവൻ്റെ സാധനമൊക്കെ പറക്കിയിട്ട് വന്നു കേട്ടോ. ആദ്യം കൊണ്ടുവന്ന അവൻ്റെ മീന്, ആ മീനിരുന്ന ബക്കറ്റില്ലേ, അതുപോലെ ഞങ്ങൾ പാക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവച്ചു കേട്ടോ. അതുകൂടെ ബാഗിനകത്തോട്ട് ഇട്ടേക്കാൻ. ഒഡീഷയ്ക്ക് കുറച്ചാളത്തേക്ക് ബായും പറഞ്ഞ് ഞങ്ങൾ ആന്ധ്രയിലോട്ട് കയറി. ഞങ്ങൾ വലിയ സ്പീഡിലൊന്നും അല്ല കേട്ടോ പോണത്. ഒരു നോർമൽ സ്പീഡ് പിടിച്ചങ്ങ് പോവുക. ആദ്യമൊക്കെ ഇങ്ങനെ ബൈ റോഡ് പോണ കാര്യം പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനും കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് വാഷ്റൂം തന്നെയാണ്. ട്രെയിനിലാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിന് ടെൻഷനില്ല. എല്ലാ സമയങ്ങളിലും നമ്മുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തരും. പിന്നെ ഇരുന്ന് മടുക്കുമ്പോൾ പിന്നെ കിടന്ന് മടുക്കുകയും ചെയ്യും. നന്ദ അതൊക്കെ തന്നെയായിരുന്നു ഈ പോണ കാര്യം പറയുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ യാത്രയും സെറ്റായിട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഇല്ല. ഹൈവേയിൽ നിറയെ കടകളാണ്. പിന്നെ ഇങ്ങനെ പതുക്കെ പോയാൽ മാത്രം മതി. റോഡ് നിറയെ ട്രക്കുകളായിരിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് എത്താറായി. ഒരുപാട് ടോൾ ഗേറ്റുകളുണ്ട് കേട്ടോ. നല്ല ഈ ടോൾ ഗേറ്റിൽ കൊണ്ടുനടന്നത് പനങ്കരിക്കും മുല്ലപ്പൂവൊക്കെയാണ്. ഓരോ ടോൾ ഗേറ്റിലും അവിടുത്തെ സാധനങ്ങളായിരിക്കും വിൽക്കാനുള്ളത്. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കും കേട്ടോ. പക്ഷേ മുകളിലുള്ള 2 മാത്രമേ നല്ലത് കാണൂ. അടിയിലുള്ള എല്ലാം ചീത്തയായിരിക്കും. ആരും തുറന്നു നോക്കിയല്ലല്ലോ വാങ്ങിക്കുന്നത്. ആർക്കും അതിനുള്ള സമയം അവിടെ കാണത്തില്ല. മഹാരാഷ്ട്രയാണെങ്കിൽ നിറയെ മുന്തിരിയായിരിക്കും അവിടെ. റോഡിൽ നിറയെ ബോഗൻവില്ലകൾ. എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറൊക്കെ ഉണ്ട് കേട്ടോ. വീടിനടുത്ത് എവിടെയെങ്കിലും ആയിരുന്നേ ഒടിച്ചെടുക്കാമായിരുന്നു. ഇപ്പം തന്നെ നാട്ടിലില്ലാത്ത 1-2 കളർ ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ. അത് കമ്പ് മുറിച്ച് വേര് പിടിപ്പിച്ചതാണ് ഞാൻ. വീട്ടിലുണ്ട് പല കളറ്, ഞാൻ വാങ്ങിച്ചു വെച്ചതും അല്ലാതെ ആയിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ആന്ധ്രയിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാട്ടോ. ഒഡീഷയെക്കാളും സൂപ്പറാണ്. വടക്കും ദോശയ്ക്കൊക്കെ നാട്ടിലെ ചെറിയ ടേസ്റ്റ് ഉണ്ടാവും. ലക്കി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറക്കി താഴത്തിർത്തിയതിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലിയും ദോശയൊക്കെ കാണും കേട്ടോ. പിന്നെ ഇവിടത്തുകാരുടെ എന്തെങ്കിലും വെറൈറ്റിയും കാണും. ഏത് സ്ഥലത്ത് നിന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ രുചിയൊക്കെ. നമ്മുടെ നാട്ടിലെ ഗുണ്ടിനെ പോലെ ആയിരിക്കും ഇവർക്കിത്. ചില സ്ഥലത്ത് ആ ഗുണ്ട് ബോണ്ടയാണ്. എനിക്ക് ആ ഗുണ്ട് വലിയ ഇഷ്ടമല്ല. പണ്ട് അച്ചാച്ചൻ ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ സ്ഥിരം വാങ്ങിച്ചിട്ട് വരുന്നൊരു പലഹാരമായിരുന്നു ഗുണ്ട്. ഞങ്ങളിവിടെ വെച്ച് കഴിക്കുകയും ചെയ്യും. ലക്കിക്കുള്ളത് പാഴ്സൽ എടുക്കുകയും ചെയ്യും. അവൻ ഭയങ്കര താമസം കേട്ടോ കഴിക്കാൻ. ഏകദേശം ഒരു 2 മണിക്കൂർ വേണം അവന് ആഹാരം എന്തെങ്കിലും കൊടുക്കാൻ. അതൊക്കെ വായിൽ വെച്ചോണ്ടിരുന്ന് കളയും. അങ്ങനെ അവനെയും കഴിപ്പിച്ചുകൊണ്ട് കടയിലിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നാൾ പിടിക്കും വീട്ടിലെത്താൻ. അതുകൊണ്ട് അവനുള്ളതിങ്ങനെ പാഴ്സൽ എടുത്തിട്ട് വണ്ടിയിലിരുന്നും കൊടുക്കും. അവൻ ഈ മേളിലിരിക്കുന്ന ബർഗർ വേണ്ടെന്ന് പറയുക. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല ബണ്ണുപോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ മധുരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഓരോ ചൂട് ബദാമിൽ കൂടെ വാങ്ങി.
ഇവിടുത്തെ ആഹാരത്തിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു കടയിൽ കയറി അവസാനം മസാല ദോശ വാങ്ങിച്ചിട്ട് അത് കളയേണ്ടി വന്നു. ഒഡീഷ വിട്ടിങ്ങനെ ഓരോ സ്റ്റേറ്റിലോട്ടും വരുന്തോറും ഓരോ സാധനത്തിൻ്റെ വിലയും കൂടുക കേട്ടോ. അവിടെ 5 രൂപയായിരുന്നു ഒരു ഇഡലിക്ക്, ഇവിടെ 10 രൂപയാണ്. ലക്കിക്ക് ഒരു പ്രാവശ്യം മാത്രം ഞാൻ വായിൽ വെച്ചു കൊടുത്തതാ ദോശ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴും അവൻ്റെ വായിലതിരിപ്പുണ്ട്. പിന്നെ അവനെ നോക്കി ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാ അവൻ്റെ ഫുഡ് ആദ്യമേ ഞങ്ങൾ പാഴ്സലാക്കുന്നത്. പിന്നെ വണ്ടിയിലിരുന്നവൻ സമയം എടുത്ത് കഴിക്കട്ടെന്ന് വിചാരിച്ച്. ലക്കി കടയിലെ വേറെ സാധനങ്ങളൊക്കെ കാണിച്ച് ബഹളം തുടങ്ങി കേട്ടോ. അവന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അവന് ചോക്ലേറ്റ് ഒക്കെ മതി ഇന്ന് രാവിലെ. ബദാം മിൽക്ക് വാങ്ങിച്ചപ്പോൾ അവന് അത് വേണ്ട. പിന്നെ കടയിലെ ബാക്കിയുള്ള സാധനങ്ങൾ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുക. രാവിലെ അവൻ ഒന്നും കഴിച്ചിട്ടില്ല. വണ്ടി കയറി കുറച്ചേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറങ്ങുകയും ചെയ്ത്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എടുത്ത് താഴെ നിർത്തിയത് ഇവിടെയാ. കൈ കിട്ടിയ ഉടനെ പൊട്ടിച്ച് കുടിക്കാൻ നോക്കുക. ഞാൻ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുടിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതിൻ്റെ ബഹളമായി മുഖത്ത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെത് അതുപോലെ ഇരിക്കും. ഞാൻ ഈ കുടിക്കാൻ സമ്മതിക്കാത്തത് അച്ഛനോട് പറയാൻ പോവുക. ഏട്ടൻ്റെ അടുത്ത് വലിയ കാര്യത്തിൽ ഇത് കൊണ്ടുചെന്നതാ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർക്കായി വാങ്ങിച്ചേന്ന്. ലക്കിയുടെ മീനുകളെ കണ്ടോ? ഇവരും കേരളത്തിലോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ മാറ്റി കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അങ്ങെത്തുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇതിനെ അവിടെ കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല. ലക്കിയുടെ ഫ്രണ്ട്സ് അല്ലേ ഇവർ. അവിടെ വെച്ചിട്ട് വന്നാലും ഞങ്ങളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ആര് മാറ്റി കൊടുക്കും. എൻ്റെ ചെടികളെയൊക്കെ അടുത്തുള്ളവരെ ഏൽപ്പിച്ചു കേട്ടോ. അവരെത്രത്തോളം വെള്ളം ഒഴിക്കുമെന്നൊന്നും അറിയത്തില്ല. അവരെ ഏൽപ്പിച്ചതിൽ കൂടുതൽ അടീനീയങ്ങളാണ്. അതാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി തന്നെ ചീഞ്ഞു പോവും. ഇനിയിപ്പം തിരിച്ചു ചെന്നിട്ട് കാണാം അതെന്തായിന്ന്. അതൊക്കെ വലിയ ചെടികളാട്ടോ, കുറേ വർഷം പഴക്കമുള്ളതാണ് അത്. അതിനൊന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത്. ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടുപോവും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.